എടാ നമ്മുടെ പരീക്ഷയ്ക്ക് വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. സോ ആ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ ആദ്യം മുതൽ അവസാനം വരെ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. നമ്മള് PSC ഇതുവരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും. എന്നത്തെയും പോലെ തന്നെ നിങ്ങളായിരിക്കും എനിക്ക് ഇതിനുള്ള ഉത്തരവും പറഞ്ഞു തരുന്നത്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്ട്സ് അല്ല, പകരം വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാൻ അത് പറഞ്ഞു തരും. ബട്ട് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡെഫിഷ്യൻസി ഡിസീസ് എന്നുള്ള ടോപ്പിക് ആയിരിക്കും. വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസ് അഥവാ അപര്യാപ്തത രോഗങ്ങൾ എന്നുള്ള ടോപ്പിക് ആണ് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെ, ഇത് നമുക്ക് 10th പ്രിലിംസ് ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി മെയിൻസ് പരീക്ഷ ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം വേണ്ടുന്ന ടോപ്പിക് ആണ്. ഈ ഒരു ഡെഫിഷ്യൻസി ഡിസീസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങള് PSC ഇതിനോടകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. ഈ കാണുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ തന്നെ ഈ ക്ലാസിന്റെ അവസാനം എനിക്ക് ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞു തരും. കണ്ടോ, ഒന്നോ രണ്ടോ ചോദ്യങ്ങളല്ല, ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതല്ലാതെ വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ബാക്കി കുറെ ബേസിക് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു പോകത്തതേ ഉള്ളൂ. നമ്മൾ മെയിൻലി ഈ ഒരു ടോപ്പിക്ക് അപര്യാപ്തത രോഗങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാറിയും തിരിഞ്ഞു പോകുന്നു എന്നൊക്കെ. പക്ഷെ നമുക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ക്ലാസ് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക, എന്റെ കൂടെ അങ്ങ് പഠിച്ചു വരിക. പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ തന്നെ എനിക്ക് ഇതിനുള്ള ആൻസർ എല്ലാം പറഞ്ഞു തരും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ? ഇവിടെ ജീവകങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ജീവകങ്ങൾ, അതിന് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നു. വൈറ്റമിൻസ്, വിറ്റാമിനുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ വൈറ്റമിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എടാ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും ജലത്തിൽ ലയിക്കുന്നവ എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റമിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് സോലുബിൾ എന്നും അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഫാറ്റ് ഭയങ്കര കേടല്ലേടാ, ഭയങ്കര ഫാറ്റ് എന്ന് പറഞ്ഞാലേ കേടാണ് അല്ലെ. അപ്പോ എന്താണ്, നമുക്ക് വൈറ്റമിൻസിന്റെ പേര് കിട്ടി. വൈറ്റമിൻ A, E, D, A, കേടാ. ഓക്കെ, അല്ലെങ്കിൽ അടക്ക്, അടക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആ ഒരു കോഡ് വെച്ച് പഠിക്കുക. ഓക്കെ, ഫാറ്റ് കേടാന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി, അപ്പൊ നമുക്ക് അവിടെ ഒരു സംശയം വരത്തില്ല. ഓക്കെ, അപ്പോ വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K ഇതെല്ലാം എന്താണ്, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഇനി വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ്. എടാ, എന്താണ് ഈ വൈറ്റമിൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന, നമ്മുടെ മെറ്റബോളിസത്തിനെ സഹായിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ജൈവ സംയുക്തങ്ങളെയാണ്. ഏറ്റവും ചെറിയ അളവിൽ ആവശ്യമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്തരത്തിൽ ചെറിയ അളവിൽ ആവശ്യമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ജൈവ സംയുക്തങ്ങളെയാണ് നമ്മള് വൈറ്റമിൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ചില വൈറ്റമിൻസ് നമുക്ക് നമ്മുടെ ബോഡി സ്വയം ഉൽപ്പാദിപ്പിക്കുമെങ്കിലും ഒട്ടുമിക്ക വൈറ്റമിൻസും നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ നമുക്കത് ലഭിക്കുന്നത് ഇതിലൂടെയാണ്, നമ്മുടെ ആഹാരത്തിലൂടെ ആയിരിക്കും ലഭിക്കുന്നത് അല്ലെ. ആക്ച്വലി ഈ വൈറ്റമിൻസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് ഹോപ്കിൻസും അതുപോലെ ക്രിസ്ത്യൻ ഹൈജക്മാനുമാണ്. ഓക്കെ, ഫ്രെഡറിക് ഹോപ്കിൻസും ഐജക്മാനും കൂടെ ചേർന്നിട്ടാണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, വൈറ്റമിൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി വിറ്റാമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ എന്നുള്ള പേര് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് കാസിമർ ഫംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വൈറ്റമിൻ എന്നുള്ള പേര് കോയിൻ ചെയ്തത്. ഓക്കെ, വൈറ്റമിൻ എന്ന പേര് കണ്ടെത്തിയത് കാസിമർ ഫംഗ് ആണ്. വൈറ്റമിൻസ് കണ്ടെത്തിയത് ആരാണ്, ഫ്രെഡറിക് ഹോപ്കിൻസും ക്രിസ്ത്യൻ ഐജക്മാനും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വൈറ്റമിൻ A, വൈറ്റമിൻ D, E, K എല്ലാം പഠിക്കും. ബട്ട് നമ്മൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിഷ്യൻസി ഡിസീസിൽ മാത്രമായിരിക്കും. എന്നും കരുതി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതോടെ കിട്ടത്തില്ല എന്ന് കരുതണ്ട മക്കളെ. വൈറ്റമിൻ A
എനെ പറ്റിയിട്ട് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം പഠിച്ചു വെച്ചോടെ. സയന്റിഫിക് നെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിന്റെയും സയന്റിഫിക് നെയിം പഠിച്ചിട്ട് പൊക്കോണം. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താ മക്കളെ? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോള്, റെറ്റിന, കണ്ണ്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഒരു വർണ്ണ വസ്തു. ഓക്കെ, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഒരു വർണ്ണ വസ്തു ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇറ്റ്സ് ബീറ്റ കരോട്ടിൻ. എന്താണ്? ബീറ്റ കരോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ. കരോട്ടിൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ബീറ്റ കരോട്ടിനെയാണ് നമ്മള് പ്രോ വൈറ്റമിൻ എ, പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്ന വർണ്ണവസ്തു. വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാൽ ഏതാ മക്കളെ? ബീറ്റ കരോട്ടിൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബീറ്റ കരോട്ടിൻ? നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇല്ലേ, ഈ ക്യാരറ്റിന് ഈ ഓറഞ്ച് കളർ കൊടുക്കുന്ന ആ ഒരു പിഗ്മെന്റ് ആണ്, ആ ഒരു വർണ്ണവസ്തുവിനെയാണ് നമ്മള് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്? പ്രോ വൈറ്റമിൻ എ ആണ്. ഓക്കെ, പ്രോ വൈറ്റമിൻ എ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ഇത് വന്ന് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാല് എവിടെയാണ്? നമ്മുടെ കരളിലാണ് കേട്ടോ, നമ്മുടെ ലിവറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സംഭരിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള വൈറ്റമിൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് ബീറ്റ കരോട്ടിൻ ആണ്. ഈ വൈറ്റമിൻ എ എവിടെയാണ് സംഭരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലിവറിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് അപര്യാപ്തത രോഗങ്ങൾ പഠിക്കാം. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? അത് നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. മക്കളെ ശ്രദ്ധിച്ചേ, വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് അസുഖങ്ങൾ, പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നിശാന്തത, നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും അല്ലെ, രാത്രി കാലങ്ങളിൽ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? നിശാന്തത എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ രോഗമാണ് സിറോഫ്താൽമിയ. ഓക്കെ, താൽമിയ, സിറോഫ്താൽമിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൊക്കെ വരണ്ട് ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം ഏതെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം നമ്മൾ പറയുക. ഒന്ന് നിശാന്തത, രണ്ട് സിറോഫ്താൽമിയ. ഇനി വൈറ്റമിൻ എയുടെ തന്നെ ഒരു വകഭേദം നമുക്ക് കുറച്ചും കൂടെ ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു വൈറ്റമിൻ എ വണ്ണിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? വൈറ്റമിൻ എ വണ്ണിന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിനെ നമ്മള് നിശാന്തത എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയുന്നു. ഓക്കെ, നിശാന്തത അഥവാ മാലക്കണ്ണ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡെപ്തിൽ അവര് A1 A2 ഇട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A1 ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ A1ന്റെ കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. അതുപോലെ വൈറ്റമിൻ A2ന്റെ അപര്യാപ്തത മൂലം എന്തുണ്ടാകുന്നു? സിറോഫ്താൽമിയ ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പൊ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. A1 ആണെങ്കിൽ നിശാന്തത അഥവാ മാലക്കണ്ണ്, A2 ആണെങ്കിൽ സിറോഫ്താൽമിയ. ഇനി അത് എന്ത് രോഗം, ഏത് തരത്തിലുള്ള രോഗമാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? കുറഞ്ഞ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് രാത്രിയിൽ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പകല് സാധാരണയായി കാണാൻ കഴിയുമെങ്കിലും സന്ധ്യയിൽ രാത്രിയിൽ എന്ത് ചെയ്യും? കാഴ്ച മങ്ങും. സോ അതിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. ഇതിന്റെ ഇന്റേണൽ റീസൺ എന്താന്ന് ചോദിച്ചാല് നമ്മുടെ റെറ്റിന ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിന്റെ റെറ്റിന ഉണ്ടല്ലോ, ഈ റെറ്റിനക്കകത്ത് എന്തുണ്ട്? റോഡ് സെൽസ് എന്നും പറഞ്ഞ കോശങ്ങളുണ്ട്. റോഡ് സെൽസ് എന്നാണ് പറയുന്നത്, റോഡ് സെൽസ്. ഓക്കെ, അപ്പൊ ഈ റോഡ് സെൽസ് ആണ് നമ്മൾക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ നമുക്ക് രാത്രിയിൽ പോലും കാഴ്ച തരുന്ന ആ ഒരു ഘടകങ്ങൾ അല്ലെങ്കിൽ ആ കോശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനയ്ക്ക് അകത്തിരിക്കുന്ന ഈ പറയുന്ന റോഡ് സെൽസ് ആണ്.
അപ്പോ ഇങ്ങനെ വൈറ്റമിൻ എയുടെ കുറവ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ റെറ്റിനയ്ക്കകത്തുള്ള ഈ റോഡ് സെൽസ് എന്ത് ചെയ്യത്തില്ല, നല്ല കൃത്യമായിട്ട് അത് പ്രവർത്തിക്കത്തില്ല, ശരിയായ രീതിയിൽ അത് പ്രവർത്തിക്കത്തില്ല. അങ്ങനെയാണ് രാത്രിയിൽ എന്ത് ചെയ്യുന്നത്, കാഴ്ച മങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ കാരണം കൂടി നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കാഴ്ച കുറയുന്ന ഒരു അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. ഇതിന്റെ ഇന്റേണൽ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെറ്റിനയിൽ റോഡ് സെല്ലുകളുണ്ട്. ഈ റോഡ് സെല്ലുകളാണ് നമുക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നുള്ള സംഭവം വരുന്നത്. അപ്പൊ റോഡ് സെൽസിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത് വൈറ്റമിൻ എ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ഇത് ജന്മത്ത് മറന്നു പോകത്തില്ലല്ലോ. ശരി, അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത രോഗം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സിറോഫ്താൽമിയ ആണ്. സിറോഫ്താൽമിയ. എടാ, മറ്റേത് കാഴ്ച മങ്ങുന്നതാണെങ്കിൽ ഇത് കണ്ണ് ഡ്രൈ ആകുന്ന അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണ് ഡ്രൈ ആവും, ഭയങ്കര ഡ്രൈ ആവും. നമ്മുടെ കണ്ണ് ആക്ച്വലി ഒരു വെള്ളം ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റിലല്ലേ ഇങ്ങനെ നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. പക്ഷെ ആ കണ്ണ് ഡ്രൈ ആകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ അത് കൂടുതൽ കുട്ടികളിലാണ് ഈ സിറോഫ്താൽമിയ എന്നുള്ള രോഗം കാണപ്പെടുന്നത്. ഇനിയിപ്പം അത് കറക്റ്റ് ആയിട്ട് ചികിത്സിച്ചില്ല എങ്കിൽ എന്ത് പറ്റും? കാഴ്ച തന്നെ മൊത്തത്തിൽ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ആ രോഗമാണ്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്. എടാ, കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് വൈറ്റമിൻ എ കൊടുക്കാറില്ലേ? അതൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സിറോഫ്താൽമിയയിൽ നിന്നെല്ലാം കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനിക്കുന്ന സമയത്തൊക്കെ വൈറ്റമിൻ എ ഒക്കെ എന്ത് ചെയ്യുന്നത്? കുട്ടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന ഒരാൾ പോലും കൊണ്ട് തെറ്റിക്കത്തില്ല എന്ന് കരുതുന്നു. വൈറ്റമിൻ എ സെറ്റായി എന്ന് കരുതിക്കോട്ടെ. ഇനി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ രണ്ടാമതായിട്ട് പോകുന്ന ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിനിലേക്കാണ്. ഏതാണ് വൈറ്റമിന്റെ പേര്? വൈറ്റമിൻ ഡി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആണ്. സൺലൈറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു വൈറ്റമിൻ അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്നു അല്ലെ. നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ പല്ലിനും ഒക്കെ അതിന്റെ ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് പച്ചക്കറിയിൽ നിന്നൊന്നും നമുക്ക് ലഭിക്കത്തില്ല, നമുക്ക് സൺലൈറ്റിൽ നിന്നൊക്കെയാണ് മെയിൻ ആയിട്ടും ലഭിക്കുന്നത്. പിന്നെ ഫിഷ് ഓയിൽ ഉണ്ടല്ലോ, മറ്റേ മീൻ എണ്ണ ഉണ്ടല്ലോ, മീൻ എണ്ണ, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ സ്റ്റിറോയിഡ് ഹോർമോൺ, സ്റ്റിറോയിഡ് വൈറ്റമിൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നടാ? കാൽസിഫെറോൾ എന്നാണ്. കാൽസിഫെറോൾ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ നോക്കുന്നത്? ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലേ, അപര്യാപ്തത രോഗമല്ലേ. അപ്പൊ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ രോഗം എന്ന് പറയുന്നത് റിക്കറ്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിക്കറ്റ് എന്നും പറയാറുണ്ട്, കണരോഗം എന്നും പറയാറുണ്ട്. കണരോഗം. ഓക്കെ, അപ്പൊ കണരോഗം എന്ന് കേട്ടാൽ എന്താണെന്ന് മനസ്സിലാക്കിക്കോണം. റിക്കറ്റ്സ് ആണെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. കണരോഗം എന്താണ്? റിക്കറ്റ്സ് ആണ്. ഓക്കെ, അത് മെയിൻ ആയിട്ടും കുഞ്ഞുങ്ങളിലാണ് ഈ റിക്കറ്റ്സ് ഉണ്ടാകുന്നത്, കണരോഗം ഉണ്ടാകുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങളുടെ കാലൊക്കെ, ചില കുഞ്ഞുങ്ങളുടെ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതും അതിന്റെ എല്ലിന് കട്ടിയില്ലാതെ ഇങ്ങനെ വളഞ്ഞു പോകുന്നതൊക്കെ ഉണ്ടല്ലോ. അത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ജനിച്ച സമയം തൊട്ടേ വൈറ്റമിൻ ഡി കൊടുക്കും, സിറപ്പൊക്കെ കൊടുക്കും. അതൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രായമായവരിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. എല്ലൊക്കെ ബലം കുറഞ്ഞ് ഒടിയുന്ന അവസ്ഥ, അല്ലെങ്കിൽ മടങ്ങുന്ന വളഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അതിന് നമ്മൾ ഓസ്റ്റിയോമലേഷ്യ എന്നാണ് പറയുന്നത്. പ്രായമായവരിലാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോമലേഷ്യ. എന്താണ്? ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ ഒന്ന് പറഞ്ഞേ, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്
റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയുമാണ്. റിക്കറ്റ് രോഗം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളിൽ, അതിനെ കണരോഗം എന്ന് വിളിക്കുന്നു. ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകുന്നത് മെയിൻ ആയിട്ടും പ്രായമായവരിലാണ്. ഇനി എന്താണ് റിക്കറ്റ്സ് എന്ന് നോക്കിക്കേ. അസ്ഥികള് ശരിയായി കട്ടിയാകാതെ, ഖരമാകാതെ മൃദുവും വളഞ്ഞതുമായ അസ്ഥികൾ ഉണ്ടാകുന്നതിനാണ് ഈ റിക്കറ്റുകൾ എന്ന് പറയുന്നത്, റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാല് അത് സെയിം സാധനം തന്നെയാണ്. വയസ്സായവരില് അസ്ഥി മൃദുത്വം രോഗമാണ്. അസ്ഥി വളരെ മൃദുവായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, വൈറ്റമിൻ ഡി എന്ന് കേട്ട് കഴിഞ്ഞാൽ റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയുമാണ്. വൈറ്റമിൻ എ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. ഓസ്റ്റിയോമലേഷ്യയും സിറോഫ്താൽമിയും തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടിടല്ലേ. ആദ്യം പഠിച്ചത് സിറോഫ്താൽമിയ, വൈറ്റമിൻ എ. വൈറ്റമിൻ ഡിക്കകത്താണ് ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, വയസ്സായവർക്ക് ഇപ്പൊ നിങ്ങളുടെ അപ്പൂപ്പന്റെ കാലിന് ഇത് വന്നപ്പോ കാലിങ്ങനെ മടങ്ങി വന്നപ്പോഴത്തേക്ക് മലേഷ്യയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും സിമ്പിൾ നമുക്ക് മാത്രം വേണ്ടുന്ന കോഡ് വെച്ച് നമ്മൾ ഇത് ചെയ്താ ഓർത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓസ്റ്റിയോമലേഷ്യ മറന്നു പോകത്തില്ലല്ലോ, റിക്കറ്റ്സ് മറന്നു പോകത്തില്ല എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ മക്കളെ, അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള വൈറ്റമിൻ ആണ് അല്ലെ, നമ്മുടെ ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. വൈറ്റമിൻ ഇ ഒക്കെ നമ്മൾ ഇങ്ങനെ മുഖത്തൊക്കെ തേക്കാറില്ലേ. അപ്പൊ അതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് അല്ലെ. പിന്നെ നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ ഓയിലിനകത്താണ് മെയിൻ ആയിട്ടും കിട്ടുന്നത്. പിന്നെ ഇത് മെയിൻ ആയിട്ടും വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിയിൽ വേണ്ടുന്നത് നമ്മുടെ രക്തകോശങ്ങൾ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, ചുവന്ന രക്തകോശങ്ങൾ, RBC എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന്റെ ആരോഗ്യത്തിന്, നമ്മുടെ നാഡീ ഞരമ്പുകളുടെ ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ എപ്പോഴേ ഓർത്തോണം, ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ഹൃദയത്തിന്റെ സംരക്ഷകനാണ്, മുട്ടയുടെ മഞ്ഞയ്ക്കകത്താണ് വരുന്നത്, നമ്മുടെ RBCയുടെ ഒക്കെ ആരോഗ്യത്തിന്, നാഡിയുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? വൈറ്റമിൻ ഇയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ, മലയാളത്തിൽ ടോക്കോ എന്ന് എഴുതി വെച്ചോണം കേട്ടോ. ടോക്കോഫെറോള്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം എന്താണെന്ന് അറിയാമോ? അത് വന്ധ്യതയാണ്. വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് സാധാരണ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടും 1 വർഷത്തിനുള്ളിൽ ഗർഭധാരണം സംഭവിക്കാത്ത അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ ഓർത്ത് വെച്ചിരിക്കുക, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ വന്ധ്യത ഉണ്ടാകാൻ കാരണമാകുന്നു. മനസ്സിലായോ? അപ്പൊ വൈറ്റമിൻ ഇ എന്ന് കേൾക്കുമ്പം നമ്മുടെ ബ്യൂട്ടി വൈറ്റമിൻ ആണ്, നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷകനാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത വൈറ്റമിനിലേക്ക് പോവുകയാണ്, വൈറ്റമിൻ കെ. ഓക്കെ, ഇവിടെ കെ എന്ന് കേൾക്കുമ്പോൾ നമ്മള് കരളിന്റെ ഫോർ കരൾ എന്ന് ഓർത്ത് വെച്ചിരിക്കാം. നമ്മളെ കരളിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ കെ ഉണ്ടെങ്കിൽ ഒരുപാട്, ഇപ്പൊ മുറിവുണ്ടായാൽ പെട്ടെന്ന് ഒരുപാട് ബ്ലഡ് ഫ്ലോ ഒന്നും ഉണ്ടാകത്തില്ല. പെട്ടെന്ന് മുറിവങ്ങ് എന്ത് ചെയ്യും? രക്തം കട്ട പിടിക്കും. സോ വൈറ്റമിൻ കെ ഉണ്ടെങ്കിലേ രക്തം കട്ട പിടിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. മനസ്സിലാക്കുക, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് തണുപ്പിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാബേജിനകത്ത്, ചീരക്കകത്ത്, പിന്നെ കോളിഫ്ലവറിനകത്ത്, ഇതിനകത്തൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരുപാട് ഫ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വൈറ്റമിൻ കെയുടെ കണ്ടന്റ് എന്ത് ചെയ്യും? നശിച്ചു പോകും അല്ലെ. സോ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കും. നമ്മൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പഠിക്കും. അപ്പൊ അതും ഇത് തമ്മിൽ മാറിപ്പോകരുത്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കണം, വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്.
തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ കുടലില് എന്തുണ്ട്, ബാക്ടീരിയാസ് ഉണ്ട് അല്ലെ. ഈ കുടലിലെ ബാക്ടീരിയാസ് നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്, വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകള് നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ഇനി അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ച, വൈറ്റമിൻ കെ ആണ് കൂടുതലായിട്ടും PSC ചോദിക്കുന്നത്, വിട്ട് കളയരുത്. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്, തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ്, നമ്മുടെ കുടലിലെ ബാക്ടീരിയാസ് നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ്. ഫില്ലോക്വിനോൺ എന്നാണ് വൈറ്റമിൻ കെയുടെ സയന്റിഫിക് നെയിം. ഇനി നമ്മുടെ ബോഡിയിൽ ഈ വൈറ്റമിൻ കെ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ കെ ഇല്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. എന്താണ്? ഹീമോഫീലിയ. അതായത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗം. അതായത് വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കുന്ന വൈറ്റമിൻ ആണ്, കട്ടപിടിപ്പിക്കുന്ന വൈറ്റമിൻ ആണ്. സോ അതില്ല എങ്കിൽ രക്തം കട്ടപിടിക്കത്തില്ല. എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് ഉണ്ടാകും. സോ അത് ഹീമോഫീലിയയിലേക്ക് കടക്കും. ഹീമോഫീലിയ എന്ന രോഗം നമുക്ക് ഉണ്ടാക്കി തരും. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഏത്, ഈ ഒരു ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതിനെ രാജകീയ രോഗം, റോയൽ ഡിസീസ്, ക്രിസ്മസ് രോഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പണ്ട് രാജകുടുംബത്തിലൊക്കെ ഈ ഹീമോഫീലിയ ധാരാളമായി ഉണ്ടാവുന്നുണ്ടായിരുന്നു. സോ അതിനെ തന്നെ രാജകീയ രോഗം എന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഇനി ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് കേട്ടോ. ലോക ഹീമോഫീലിയ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? ഏപ്രിൽ മാസം 17-ാം തീയതിയാണ്. മനസ്സിലായോ? അപ്പൊ വൈറ്റമിൻ കെ മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റമിൻ കെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹീമോഫീലിയ ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. മീൻസ് ഹീമോഫീലിയ ആണ്. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്, രക്തം കട്ടപിടിക്കാൻ ആവശ്യമാണ്, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു, കുടലിലെ ബാക്ടീരിയാസ് നിർമ്മിക്കുന്ന രോഗമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോകാം. ഏതാണ്? വൈറ്റമിൻ സി. ഓക്കെ, എടാ സിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. സി എന്ന് പറഞ്ഞാല് നമുക്ക് പാലിനകത്തൊന്നും മുട്ടക്കകത്തൊന്നും ഒന്നും കിട്ടത്തില്ല. ഇത് ആക്ച്വലി എന്താണ്? പുളിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, നാരങ്ങ, ഓറഞ്ച്, അങ്ങനെയുള്ള പുളിപ്പുള്ള ആഹാരങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ വൈറ്റമിൻ സി നമുക്ക് കിട്ടുന്നത്. ഇത് ആക്ച്വലി എന്താണ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ആണ്. ഓക്കെ, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ആണ് ഏത്? ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൂടാകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വൈറ്റമിൻ സി എന്താകും? നഷ്ടപ്പെട്ടു പോകും. വൈറ്റമിൻ കെ എന്തായിരുന്നു? തണുപ്പിക്കുമ്പോൾ നഷ്ടമായി പോകുന്ന വൈറ്റമിൻ ആയിരുന്നു വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. എന്നാൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ചൂടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണ് കേട്ടോ. ചൂടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ സി ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്, ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എനിക്ക് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ബോർ അടിക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ ഈ വൈറ്റമിൻ സിയുടെ ഒരു സയന്റിഫിക് നെയിം എന്താണെന്ന് അറിയാമോ? അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് PSC ചോദിച്ചതാണ്, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാണ്? മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് വൈറ്റമിൻ സി ആണ്. പിന്നെ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. നമ്മുടെ യുവത്വമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു വൈറ്റമിൻ ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിലേക്കുള്ള അയൺ കണ്ടന്റിന്റെ ആഗീരണത്തിന് സഹായിക്കുന്ന
സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. അയൺ കണ്ടന്റ്, ഇരുമ്പിന്റെ ആഗീരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെല്ലിക്കകത്തുനിന്നും അതുപോലെ പഴങ്ങളിനകത്തൊക്കെ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് വൈറ്റമിൻ സി നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? സ്കർവി ആണ്. സ്കർവി. ഓക്കെ, സ്കർവി രോഗം എന്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഈ സ്കർവി രോഗം അറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് എന്നാണ് കേട്ടോ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് സ്കർവിയാണ്. ഇനി മോണയിലെ രക്തസ്രാവം, വിളർച്ച, മുറിവുണങ്ങാൻ കാലതാമസം എന്നിവയാണ് ഈ സ്കർവിയുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ സ്കർവി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് വിളർച്ച ഉണ്ടാകും, നമ്മുടെ മുറിവുകൾ ഉണ്ടായാല് അത് ഉണങ്ങാൻ നല്ല കാലതാമസം എടുക്കും. സോ അത്തരത്തിലുള്ള അവസ്ഥയാണ് ഈ സ്കർവി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ നാവികരുടെ പ്ലേഗ് എന്ന് വിളിച്ചത്? പ്ലേഗ് ഓഫ് സെയിലേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം പണ്ട് കാലത്ത് സമുദ്രയാത്രകളില് നാവികർക്കിടയിൽ ഇത് വ്യാപകമായി പടർന്നും ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിച്ചത്? നാവികരുടെ പ്ലേഗ് എന്ന് വിളിച്ചത്. അപ്പൊ സ്കർവി രോഗത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നാവികരുടെ പ്ലേഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ വൈറ്റമിൻ എന്താണ്? സിയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ബിയും സിയും അല്ലായിരുന്നു നമ്മുടെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എന്തും കൂടെ ഉള്ളൂ? വൈറ്റമിൻ ബിയും കൂടെ പഠിക്കാനേ ഉള്ളൂ. പക്ഷെ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു ബി കോംപ്ലക്സ് ആണ്. നമുക്ക് ഒരുപാട് അതിനകത്ത് B1, B2, B3 ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ആ ഒരു കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായി പോകുന്നത്. എടാ, വൈറ്റമിൻ ബി കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗം എന്താണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുന്നത്? വായ്പുണ്ണാണ്. വായ്പുണ്ണ്, മൗത്ത് അൾസർ അല്ലെങ്കിൽ ഓറൽ അൾസർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? സോ അതാണ് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത്. നമ്മളിപ്പോ വായില് എന്താണ് ഓരോന്ന് ചിലപ്പം ഒരുമാതിരിയൊക്കെ വരുമല്ലോ, നമ്മളെ മോണയ്ക്കകത്തൊക്കെ സ്ഥിരമായിട്ട് പൊട്ടുന്നവരുണ്ടാകും. അതേപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഓരോരോ മോണയ്ക്കകത്തുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. വായിക്കകത്ത് നമ്മുടെ ഈ ചീക്കിന്റെ അകത്ത് ഉള്ളിൽ ഭാഗത്തൊക്കെ പൊട്ടുകയും ഒരുമാതിരി പോലെ വരികയൊക്കെ ചെയ്യത്തില്ലേ? അപ്പൊ അതൊക്കെയാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. ആക്ച്വലി അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റമിന്റെയും അതിന്റെ ശാസ്ത്രീയ നാമവും പഠിക്കാം. എടാ, നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? വൈറ്റമിൻ B1 വരുന്നുണ്ട്, B2 വരുന്നുണ്ട്, B3 വരുന്നുണ്ട്, B4 ഇല്ല. ഓക്കെ, അതിന്റെ സീരീസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്. ഈ B2ന്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്. B2നെ ആണ് വൈറ്റമിൻ ജി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ B1, B2, B3 ഉണ്ട്. അതിലെ B2നെ വിളിക്കുന്ന പേരാണ് വൈറ്റമിൻ ജി. ഇനി 3 കഴിഞ്ഞാൽ 4 ഇല്ല. പിന്നെ B5, B6, B7 ഓക്കെ, 5 വിട്ടേക്കണേ. ഓക്കെ, സോറി, 4 വിട്ടേക്കണേ. 4 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 5, 6, 7 ആണ്. അപ്പൊ ഇവിടെ 7നെ വിളിക്കുന്ന പേരെന്താണ്? വൈറ്റമിൻ എച്ച് എന്നാണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് B7 ആണ്. മനസ്സിലായോ? അപ്പൊ B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, പിന്നെ B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്. B7നെ വിളിക്കുന്ന മറ്റൊരു പേര് വൈറ്റമിൻ എച്ച് എന്നാണ്. പിന്നെ ഉള്ളത് 8 ഇല്ല, പിന്നെ 9 ഉണ്ട്, പിന്നെ 10 ഇല്ല, 11 ഇല്ല, പിന്നെ 12 ഉണ്ട്. B9ഉം B12ഉം. ഇതാണ് ഇതിന്റെ സീരീസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെച്ചിരിക്കുക. B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9 ഉണ്ട്, പിന്നെ 10ഉം 11ഉം ഇല്ല, പിന്നെ B12 ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ 8 എണ്ണം ഓക്കെ ബി കോംപ്ലക്സിനകത്ത് വരുന്ന ആ 8 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, B2 വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിക്കാറുണ്ട്. ഓപ്ഷനിൽ ചിലപ്പം B2 എന്നുണ്ടാവും ഓപ്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ നാമമായിരിക്കും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ശാസ്ത്രീയ നാമം കൂടി നമ്മൾ കൃത്യമായി പഠിച്ചു പോയേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതേപോലെ തന്നെ വൈറ്റമിൻ എക്സ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിക്കും.
അപ്പൊ ഓപ്ഷനിൽ ചിലപ്പോൾ B7 പകരമായിട്ട് ബയോട്ടിൻ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ അത് നമുക്ക് പഠിച്ചു പോയേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ശാസ്ത്രീയ നാമം ഒന്ന് പെട്ടെന്ന് നോക്കിയാലോ. അവിടെ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നേ. വൈറ്റമിൻ B1 ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് തയാമിൻ ആണ്. തയാമിൻ. വൈറ്റമിൻ B1 ശാസ്ത്രീയ നാമം എന്താ മക്കളെ? തയാമിൻ എന്നാണ്. B2 എന്താണ്? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ. അപ്പൊ തയാമിൻ, റൈബോഫ്ലാവിൻ. ഓക്കെ, തറൈ എന്ന് കിട്ടി. തറൈ. ഓക്കെ, അപ്പൊ തയാമിൻ, റൈബോഫ്ലാവിൻ. ഇനി എന്താണ്? B3 നിയാസിൻ. ഓക്കെ, 3 നമ്മളിങ്ങനെ മൂക്ക് പോലെ ഇരിക്കത്തില്ലേ, അപ്പൊ നോസ് ഓർത്ത് വെച്ചിരിക്കുക. B3 ശാസ്ത്രീയ നാമം നിയാസിൻ എന്നാണ്. B4 അല്ല, B5 പെന്റ 5 എന്നൊക്കെ നമ്മൾ പറയുന്നത് 5-നെയല്ലേ? ഓക്കെ, 5-നെയല്ലേ? അപ്പൊ നമ്മള് പാൻഡോതെനിക് ആസിഡ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. പാൻഡോതെനിക് ആസിഡ് എന്താണ്? B5 ആണ്. ഇനി B6 പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ 6 പിരി ലൂസ എന്ന് പറയത്തില്ലേ? അപ്പോ B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ ആണ്. B7 എന്ന് പറയുന്നത് ബയോട്ടിൻ ആണ്. ബയോട്ടിൻ 7 ടിൻ. ഓക്കെ, ബയോട്ടിൻ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി B9 എല്ലാവർക്കും അറിയാലോ. ഫോളിക് ആസിഡ് എന്നാണ് ശാസ്ത്രീയ നാമം. B9 ശാസ്ത്രീയ നാമം എന്താണ്? ഫോളിക് ആസിഡ് എന്നാണ്. ഇനി B12 ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സയാനോ കൊബലാമിൻ എന്നാണ്. വെറൈറ്റി പേരല്ലേ? സയാനോ കൊബലാമിൻ. ഇതാണ് B12 ശാസ്ത്രീയ നാമം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. B3 ശാസ്ത്രീയ നാമം എന്താണ്? കണ്ണടച്ചൊന്ന് ആൻസർ പറഞ്ഞേ. നിയാസിൻ എന്നാണ്. B1 തയാമിൻ എന്നാണ്. B2 റൈബോഫ്ലാവിൻ എന്നാണ്. B5 പാൻഡോതെനിക് ആസിഡ് എന്നാണ്. B6 അത് പിരിഡോക്സിൻ ആണ്. 7 അത് ബയോട്ടിൻ ആണ്. B9 എന്താണ്? അത് ഫോളിക് ആസിഡ് ആണ്. B12 എന്ന് പറയുന്നത് സയാനോ കൊബലാമിൻ ആണ്. പഠിച്ചു കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, തീർന്നിട്ടില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ അപര്യാപ്തത രോഗമാണ്. നമുക്ക് കോമൺ ആയിട്ടും വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതെന്ന് ചോദിച്ചാൽ നമ്മള് വായ്പുണ്ണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ B1, B2, B3 ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ രോഗം കൂടി കൃത്യമായിട്ട് പഠിക്കാം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു വൈറ്റമിൻ ബി കോംപ്ലക്സിനകത്തുള്ള ഡെഫിഷ്യൻസി ഡിസീസിൽ നിന്നാണ്. കാരണം ഇത് തിരിഞ്ഞു മറിഞ്ഞു പോകുമെന്നും ഇത് പഠിക്കാൻ കുറെ എണ്ണത്തിന് മടിയാണെന്നും ഇത് സ്കിപ്പ് അടിച്ചിട്ട് പോകുന്നൊക്കെ ഉള്ള കാര്യം PSCക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കാൻ അത്രത്തോളം ആത്മാർത്ഥതയുള്ളവർ ആൻസർ ചെയ്താൽ മതി എന്ന് വെച്ചിട്ടാണ് അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മൾ അങ്ങനെ വെറുതെ ഒന്നും പോയി എക്സാം എഴുതാൻ പോകുന്നവരല്ലല്ലോ. നമുക്ക് ജോലി കിട്ടണ്ടേ, നമുക്ക് ജോലി നേടിയെടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് പഠിച്ചങ്ങ് സെറ്റ് ആക്കും കേട്ടോ. എന്റെ കൂടെ അങ്ങ് പഠിച്ചേ. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഡിസീസ് സിമ്പിൾ ആണ്. B1 ബെറി. ഓക്കെ, ഇനി B2 എന്താണ്? റൈബോഫ്ലാവിനോസിസ്. എന്താണ്? B2 റൈബോഫ്ലാവിനോസിസ്. ഓക്കെ, എടാ നമ്മള് റൈബോഫ്ലാവിൻ എന്നാണ് B2 ശാസ്ത്രീയ നാമം പഠിച്ചത്. അപ്പൊ B2 ഡെഫിഷ്യൻസി ഡിസീസ് ചോദിച്ചാൽ റൈബോഫ്ലാവിൻ എന്നുള്ള വാക്കുമായിട്ട് സാമ്യതയുള്ള റൈബോഫ്ലാവിനോസിസ് ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ രണ്ടും കിട്ടുമല്ലോ. റൈബോഫ്ലാവിനോസിസ് ആണ് B2 അപര്യാപ്തത രോഗം. ഇനി B3 ശാസ്ത്രീയ നാമം ഏതാണ്? B3 ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പെല്ലഗ്രയാണ്. B3 പെല്ലഗ്ര. ഓക്കെ, B3 പെല്ലഗ്ര ആണ്. ഇനി B5 എന്താണ്? പരസ്തേഷ്യ ആണ്. B5 അപര്യാപ്തത രോഗം എന്താണ്? പരസ്തേഷ്യ. B6 എന്താണ്? മൈക്രോസൈറ്റിക് അനീമിയ ആണ്. B6 അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് മൈക്രോസൈറ്റിക് അനീമിയ ആണ്. B7 എന്താണ്? ഡെർമറ്റൈറ്റിസ് ആണ്. ഡെർമറ്റൈറ്റിസ് ആണ് B7. ഓക്കെ, അപ്പൊ ബയോട്ടിൻ ആണ് അവിടെ ഇപ്പുറത്ത് വരുന്നത്. ഡെർമറ്റൈറ്റിസ് ആണ്. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പേര് മാത്രം പഠിച്ചാൽ മതി. അത് എന്ത് രോഗമാണെന്നും കൂടുതലായിട്ട് ഡീപ്പിൽ പോകേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. B12 എന്താണ്? പെർനീഷ്യസ് അനീമിയ ആണ്. നമ്മൾ ഇവിടെ അപര്യാപ്തത രോഗം പഠിക്കുന്ന സമയത്ത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നും
B12 പെർനീഷ്യസ് അനീമിയ എന്ന് നമ്മൾ പഠിക്കുമെങ്കിലും ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ ഒരു വകഭേദമാണ് ഏത് ഈ പറയുന്ന പെർനീഷ്യസ് അനീമിയ. അപ്പൊ ചിലപ്പോൾ അവിടെ ഓപ്ഷനിൽ B9-ന്റെയും B12-ന്റെയും അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചിട്ട് ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് മാത്രമായിരിക്കും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഓടിപ്പോയി ചോദ്യം തെറ്റാണെന്നും പറഞ്ഞ് അത് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത്. B9-ന്റെയും B12-ന്റെയും ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുമ്പോഴാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ ഒരു വകഭേദമായ പെർനീഷ്യസ് അനീമിയ നമ്മൾ B12-ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. വൈറ്റമിൻ B1 എന്ന് പറയുന്ന ബെറിബെറിയാണ്. B2 എന്ന് പറയുന്നത് എറൈബോഫ്ലാവനോസിസ് ആണ്. B3 പെല്ലഗ്രെ ആണ്. B5 പരസ്തേഷ്യ ആണ്. B6 മൈക്രോസൈറ്റിക് അനീമിയ ആണ്. B7 ഡെർമറ്റൈറ്റിസ് ആണ്. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. B12 പെർനീഷ്യസ് അനീമിയ ആണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഇത് സ്വയം ആലോചിച്ചെടുക്കുക. ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു 10 വട്ടം വായിച്ചെന്നും പറഞ്ഞ് നമ്മുടെ തലയിൽ കയറത്തില്ല. നമ്മൾ മറന്നു പോകണം. നമ്മൾ ഇങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മൾ അത് മറന്നു പോകണം. അങ്ങനെ മറന്നു പോകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഓർത്തെടുക്കാൻ നോക്കും. അപ്പൊ നമ്മൾ പിന്നെ മറക്കത്തില്ല. അപ്പൊ അങ്ങനെ മറന്ന് ഓർത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞും മറിഞ്ഞും പോകത്തില്ല. ഈ ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഏരിയ എന്ന് കുറെ കുട്ടികൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു ക്ലാസ് പുറത്തിറക്കിയത്. ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. അപ്പൊ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് റെഡിയായേ. എനിക്ക് ഇതിന്റെ ഉള്ള ഉത്തരം നിങ്ങൾക്ക് എനിക്ക് അറിയണം. നിങ്ങൾ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളും കൂടി മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് അതിന് മൊത്തത്തിൽ ഇത്രയും 15-16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് എന്താ ചെയ്യണം? നമ്മൾക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബുക്കും പേപ്പറും കൂടി എടുക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുകയും വേണം. ഓരോ ചോദ്യത്തിന്റെ ഉത്തരവും എനിക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം ഇതാണ്: അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അഥവാ വിറ്റാമിൻ ഏതാണ്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. മക്കളെ ശ്രദ്ധിച്ച് ഓപ്ഷൻ വായിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് ആൻസർ 1 എന്ന് പറഞ്ഞിട്ടൊന്ന് പെട്ടെന്ന് ABCD ആണോ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇവിടെ അസ്ഥി എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ആൻസർ അങ്ങ് പറയാണ്. നിങ്ങൾക്ക് കിട്ടി കാണും. ജസ്റ്റ് നിങ്ങൾ ഒന്നെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് 2 ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ട് ബാക്കി കേൾക്കുക. അല്ലെങ്കിൽ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് പോവാട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ആൻസറിലേക്ക് പോകുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വൈറ്റമിൻ വേറെ ഒന്നുമല്ല. അസ്ഥി, പല്ല് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മള് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ: അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ. അവിടെയും അസ്ഥികളുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണെന്നാണ് ചോദ്യം. ഓക്കെ, സ്കർവി ആണോ, ഗോയിറ്റർ ആണോ, കണയാണോ, അനീമിയ ആണോ? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? കിട്ടിക്കാണുമല്ലോ. യെസ്, ഞാൻ ആൻസർ പറയുകയാണേ. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കണരോഗം അഥവാ റിക്കറ്റ്സ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു വൈറ്റമിൻ B കോംപ്ലക്സ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈറ്റമിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സയന്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട്, അതിന്റെ അപര്യാപ്തത രോഗം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നോക്കിക്കേ, വൈറ്റമിൻ B1 എന്തായിരുന്നു? തയാമിൻ എന്നായിരുന്നു അല്ലെ. തയാമിൻ ആണ് നമ്മുടെ അപര്യാപ്തത രോഗം ബെറിബെറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ മാത്രം ബാക്കി കേൾക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം കേൾക്കുക. ഓക്കെ, അപ്പൊ വൈറ്റമിൻ B1 തയാമിൻ ആണ്, ബെറിബെറി ആണ്. സോ നമുക്കത്
അത് കിട്ടി. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ ആണ്. രണ്ടാമത്തത് എന്താണ്? വൈറ്റമിൻ B2 ആണ്. B2 എന്തായിരുന്നു? റൈബോഫ്ലാവിൻ ആയിരുന്നു. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് റൈബോഫ്ലാവിൻ എന്നുള്ള പേരുമായിട്ട് സാമ്യതയുള്ള റൈബോഫ്ലാവിനോസിസ് എന്നാണ് സയന്റിഫിക് നെയിം അല്ലെ, മീൻസ് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. ഇനി വൈറ്റമിൻ B3 നമുക്കറിയാം നിയാസിൻ ആണ്. നിയാസിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതായിരുന്നടാ? അത് പെല്ലഗ്രെ ആണ്, അനീമിയ അല്ല. സോ അതും തെറ്റാണ്. ഇനി വൈറ്റമിൻ B7 എന്ന് പറയുന്നത് ബയോട്ടിൻ 17 എന്ന് കിട്ടി. അതിനകത്ത് ഡെർമറ്റൈറ്റിസ് ആണ്. സോ ആൻസർ വരുന്നത് 1ഉം 4ഉം ഓപ്ഷൻ ബി ആണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്ന് ഞാൻ കരുതിക്കോട്ടെ. അപ്പൊ ചോദ്യം വരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ക്വാളിറ്റി കൂടുതൽ ഇട്ട് കാണുക കേട്ടോ. നിങ്ങൾ ആപ്പിൽ കാണുകയാണെങ്കിൽ ആപ്പില് ക്വാളിറ്റി എന്ന് പറഞ്ഞ സെറ്റിംഗ്സിനകത്ത് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഹൈയിൽ ഇട്ടാലും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. അതേപോലെ യൂട്യൂബിലാണെങ്കിൽ പോലും അതെന്ത് ചെയ്യാം, ക്വാളിറ്റി കുറച്ചും കൂടെ കൂട്ടിയിട്ട് കാണുമ്പോഴത്തേക്കും ഇത് ക്ലാരിറ്റി വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിന്റെ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ച എന്ന് പറഞ്ഞാൽ അനീമിയ അല്ലെ, ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിനകത്ത് സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ, തലാസീമിയ. ഓക്കെ, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം? പെട്ടെന്ന് കമന്റ് ചെയ്തോ. കമന്റ് ചെയ്തുവെങ്കിൽ ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ B9, B12 രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇവിടെ പെർനീഷ്യസ് അനീമിയ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലാത്ത പക്ഷം നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കോമൺ ആയിട്ട് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് നമുക്ക് പറഞ്ഞു പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഉത്തരം വരുന്നത് B9, B12 എന്ന് കണ്ടു കഴിഞ്ഞാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. ഇൻ കേസ് അവിടെ ഓപ്ഷനിൽ പെർനീഷ്യസ് കൂടി ഉണ്ടെങ്കിൽ അതും കൂടി വരുന്ന ഉത്തരമായിരിക്കും ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ 5, ക്വസ്റ്റ്യൻ 6, ക്വസ്റ്റ്യൻ 7 പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. 5, 6, 7ന്റെ ഉത്തരം പെട്ടെന്നൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്തേ, എന്നിട്ട് ബാക്കി കേൾക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ്. ആൻസർ കിട്ടി കാണുമല്ലോ. എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന, എല്ലുകൾ, അസ്ഥികൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ജനിതക രോഗങ്ങളാണോ, തൊഴിൽജന്യ രോഗങ്ങളാണോ, അപര്യാപ്തത രോഗങ്ങളാണോ, അതോ ഇവ ഏതുമല്ലയോ? എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ എന്താ പഠിക്കുന്നത്? വിറ്റാമിനുകളും അതിന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ പഠിക്കുന്നത്. അപ്പോ വിറ്റാമിനുകളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സ്കർവി തുടങ്ങിയവ. സോ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ്ടോ, വിറ്റാമിൻ ഡി ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? യെസ്, ഓപ്ഷൻ എ കണരോഗമാണ്. ഓക്കെ, അപ്പൊ അതത്രയും നിങ്ങൾക്ക് ആൻസർ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8, ക്വസ്റ്റ്യൻ 9. ഓക്കെ, ഏതാണ് സിറോഫ്താൽമിയ? നമ്മൾ എപ്പോഴാണ് സിറോഫ്താൽമിയ പഠിച്ചത്? നിശാന്തത സിറോഫ്താൽമിയ എന്നാണ് പഠിച്ചത് അല്ലെ. ആൻസർ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക, ദെൻ ഞാൻ പറയുന്ന കാര്യം ബാക്കി കേൾക്കുക കേട്ടോ. സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാണ് സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് അല്ലെ. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ
ഒരു ചട്ടമ്പി സ്വാമി അയ്യങ്കാളി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അതിനകത്ത് ഒരുപാട് പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമന്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളിത് യൂസ്ഫുൾ ആക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകൾ, ഇനിയിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ആ ക്ലാസ്സുകൾ വരുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലോ പറയുന്നുണ്ടെങ്കിലോ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമുക്കും ഒരു സന്തോഷമാണ്. നമ്മൾ കുട്ടികൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം ഈ കമന്റ്സ് ആണ്. സോ നിങ്ങൾ അത് മാക്സിമം അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണമാകുന്നത്? നിശാന്തത നമുക്കറിയാം വൈറ്റമിൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 9 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത 10ാമത്തെ ചോദ്യം ഇതാണ്, 11ാമത്തെ ചോദ്യം ഇതാണ്. പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയായതാണേ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം, ഓക്കെ, എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. രണ്ടാമത്തത്, ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ഒക്കെ കിട്ടിക്കാണും. ഇനി വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നു. ഇനി ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. എടാ ഒന്ന് ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ശരിയായതാണ് ചോദ്യം. ഫസ്റ്റ് വൺ, വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇനി ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണോ? അല്ല, B1ന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. സോ തെറ്റാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നു. വർണ്ണാന്ധത എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് ആണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ല. സോ അത് തെറ്റാണ്. നെക്സ്റ്റ്, ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. അപ്പൊ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണോ നിങ്ങൾക്ക് കിട്ടിയത്? അങ്ങനെയെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? വായ്പുണ്ണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് കിട്ടിയടാ? വൈറ്റമിൻ ബി ആണ്. ജീവകം ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിന്റെ തുടർച്ചയായ ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? എടാ, കണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒറ്റ ഒരു വൈറ്റമിനേ ഉള്ളൂ. അതേതാണ്? യെസ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ആണ്. നിശാന്തതയും സിറോഫ്താൽമിയയും കണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ എനെ ഓർത്തോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ പറയുന്ന പേര് എന്താണ്? നമ്മളിവിടെ ഓർത്ത് വെച്ചിരിക്കുക, വരണ്ട് കണ്ണ് വരളിച്ച, ഓക്കെ, കണ്ണ് ഡ്രൈ ആകുന്ന അവസ്ഥ. അത് നമ്മൾ ഒരു പേരെ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? യെസ്, ഓപ്ഷൻ സി സിറോഫ്താൽമിയാണ്. എടാ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഡെഫിഷ്യൻസി ഡിസീസിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഒക്കെയാണ്. പിന്നെ ബി കോംപ്ലക്സും, ഓക്കെ, ഡിയും ബി കോംപ്ലക്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഡെഫിഷ്യൻസി ഡിസീസിന്റെ കാര്യത്തിലാണ്. അതായത് നമ്മുടെ എന്താണ് അപര്യാപ്തത രോഗം എന്നുള്ള വൈറ്റമിൻ അകത്ത് തന്നെ അപര്യാപ്തത രോഗം എന്നുള്ള ഏരിയയിൽ നിന്നും. എന്നാൽ ഞാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ കെ ആയിട്ടും വൈറ്റമിൻ സി ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചില്ലേ? ഇപ്പം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, അങ്ങനെ കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതൊക്കെ കൂടുതൽ ചോദിക്കുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി, ബേസിക് ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും. അപര്യാപ്തത കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു സൈഡിൽ എ ബി സി ഡി ഉണ്ട്. ഇപ്പൊ
അപ്പുറത്തെ സൈഡിൽ ബെറിബറി, സ്കർവി, നിശാന്തത, രക്തം കട്ടപിടിക്കൽ, റിക്കറ്റ്സ്. ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ ആൻസറിലോട്ട് പോവാണേ. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ജീവകം എ ആണ്. ജീവകം എയുടെ രോഗം ഏതാടാ? നിശാന്തത. അപ്പൊ 1, 3 ആണ് വരുന്നത്. അപ്പൊ 1, 3 വരുമ്പോ ബാക്കി രണ്ടെണ്ണം വെട്ടിക്കളയാലോ. 1, 3 വരുന്ന രണ്ടെണ്ണേ ഉള്ളൂ. സോ ബാക്കി രണ്ടും വെട്ടിക്കളയാൻ നമുക്ക് മറ്റേതിനകത്ത് നിന്ന് ഓപ്ഷനിലേക്ക് പോവാൻ സാധിക്കും. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വരുന്നത് ബെറിബറി ആണ് അല്ലെ. 2 വരുന്നത് 1 ആണ്. അപ്പൊ 2, 1. സോ നമുക്ക് അപ്പൊ തന്നെ ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 11ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇത് 12, ഇത് 13, ഇത് 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം നിങ്ങൾ ആൻസർ കിട്ടി കാണുമല്ലോ. ഓപ്ഷൻ സി ആണ് വരുന്നത്. എങ്കിലും ബാക്കി കൂടി നോക്കാം. 3 വരുന്നത് സ്കർവി ആണ്. 3, 2. ഓക്കെ, ഇനി വൈറ്റമിൻ ഡി വരുന്നത് റിക്കറ്റ്സ് ആണ്. 4, 5. സോ ഓപ്ഷൻ സി ആണ് 14ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 15ാമത്തെ ചോദ്യം പെട്ടെന്ന് പോസ് ചെയ്തിട്ടൊന്ന് പെട്ടെന്ന് നോക്കിക്കേ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പോസ് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറയുന്നത്. A, B1, B9, അതുപോലെ D പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ A നോക്കാം. നമുക്ക് ആൻസറിലേക്ക് പോയാലോ. ശരിയായ ജോഡി മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ശരിയായ ജോഡി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ ജോഡി ശരിയാണോ? A നിശാന്തതയാണോ? യെസ്, അത് കറക്റ്റ് ആണ്. B1 അനീമിയ ആണോ? അല്ലല്ലോ. B1 ബെറിബറി അല്ലേ. സോ അത് തെറ്റാണ്. B9 ബെറിബറി ആണോ? അല്ല, അത് അനീമിയ അല്ലേ. ഓക്കെ, അത് തെറ്റാണ്. ഇനി D റിക്കറ്റ് അല്ലേ? യെസ്, D റിക്കറ്റ്സ് ആണ്. അപ്പം 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ. അപ്പൊ 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചിലപ്പോൾ നമ്പർ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഇപ്പം ഞാൻ കറക്റ്റ് ആയിട്ട് നമ്പർ ഇതിനകത്ത് ഓരോരോ നമ്പർ ആയതുകൊണ്ട് അതിനകത്ത് വ്യത്യാസം വരും. ഇത് 1, ഇത് 2, 3, 4, 5, 6, 7, 8, 9, then 10, 11, ഇത് 12, 13, പിന്നെ ഇത് 14. ഓക്കെ, ഇത് 15. ഓക്കെ, കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ഉം ഇത് 17ഉം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിയും. ഓക്കെ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആൻസർ 16ാമത്തെ ചോദ്യത്തിന് ഉത്തരവും 17ാമത്തെ ചോദ്യത്തിന് ഉത്തരവും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ ചോദ്യത്തിലേക്ക് പോകുന്നു. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി കണ്ടെത്തിയാൽ മതി. ഓക്കെ, വൈറ്റമിൻ എ ബെറിബറി ശരിയാണോ? അല്ല, വൈറ്റമിൻ എ നിശാന്തതയാണ്. വൈറ്റമിൻ ബി കണ അല്ലല്ലോ. വൈറ്റമിൻ ഡി അല്ലേ കണ. സോ തെറ്റാണ്. വൈറ്റമിൻ സി സ്കർവി യെസ് ശരിയാണ്. വൈറ്റമിൻ ഡി നിശാന്തത അല്ല, തെറ്റാണ്. സോ വൈറ്റമിൻ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ശരി കണ്ടുപിടിക്കാനായിരുന്നു, ഇവിടെ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വൈറ്റമിൻ എ സിറോഫ്താൽമിയ കറക്റ്റ് ആണല്ലോ. നിശാന്തതയും സിറോഫ്താൽമിയയും ആണ് അവിടെ വരുന്നത്. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അല്ലേ. ഓക്കെ, കറക്റ്റ് ആണ്. ജീവകം B1 പെല്ലഗ്ര ആണോ? അല്ല, B1 എപ്പോഴും ബെറിബറി അല്ലേ. സോ അത് തെറ്റാണ്. വൈറ്റമിൻ സി സ്കർവി അല്ലെ. സ്കർവി ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ് എന്നുള്ള ഈ ഒരു ഏരിയ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 99% നിങ്ങൾക്ക് പഠിച്ച് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതിക്കോട്ടെ. നിങ്ങളുടെ ആ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കണ്ടു ഒരുപാട് സന്തോഷം തോന്നി. അതിന്റെ ഒരു പവറിലാണ് ഞാൻ അടുത്ത ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് ചെയ്ത് തരുന്ന കുറച്ച് ക്ലാസ്സുകളാണ്. ഇത് എന്റെ സബ്ജക്ട് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെ ഓൾറെഡി നിങ്ങളുടെ ടീച്ചേഴ്സ് ഇതിനെ പറ്റി പഠിപ്പിച്ച് കഴിഞ്ഞ സബ്ജക്റ്റുകളാണ്. പക്ഷേ എന്താണ്, നിങ്ങൾ ഒരുപാട് ടോപ്പിക്സ് ജോഗ്രഫി എടുത്തു തരാമോ, മാത്സ് എടുത്ത് തരാമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച്
ഹോട്ട് ഏരിയാസ്, അതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് കരുതിയത്. സോ അത് നിങ്ങൾക്ക് അത്രത്തോളം പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. സോ ഇതിലും നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഒന്ന്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 17 ചോദ്യങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഒരു കാര്യം കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അതിപ്പോ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.